എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനു ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെൻറ്റർ, കൊയിലാണ്ടി, കോഴിക്കോട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു കഥയുമായിട്ടാണ്. മറ്റൊന്നുമല്ല, ഒരു പെണ്ണ് കണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥ. അത് മറ്റൊന്നുമല്ല, ഞാൻ ഒരു കുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ജാതക പൊരുത്തങ്ങളൊക്കെ നോക്കി എല്ലാം ഒത്തു. അവരെൻ്റെ വീട്ടിലേക്ക്, പെണ്ണിൻ്റെ വീട്ടുകാർ എൻ്റെ വീട്ടിലേക്ക് വന്നു കണ്ടു. അവർക്കും തൃപ്തിയായി. അങ്ങനെ എൻ്റെ വീട്ടുകാർ ഒരു 3-4 പേര് അങ്ങോട്ടും പോയി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ആൾക്കാരെല്ലാം പോയി. അങ്ങനെ വിവാഹ നിശ്ചയത്തിന് വേണ്ടിയിട്ട് ഒരു ഡേറ്റ് കാണേണ്ട സമയം വരെ കുറിച്ചു. വിവാഹ നിശ്ചയത്തിന് ഒരു ഡേറ്റ് കാണേണ്ട സമയം വരെ കുറിച്ചു. അങ്ങനെ ഇന്നത്തെ മാതിരി ഒരു എന്താ പറയുക, മൊബൈൽ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമായതുകൊണ്ട് ആ കുട്ടീനെ, ഞാൻ തൊട്ടടുത്ത വീട്ടിലാണ് ഫോണുള്ളത്. അപ്പോൾ ഞാൻ കുട്ടിയെ ഇടയ്ക്കൊക്കെ വിളിക്കും. ആഴ്ചയിൽ 2-3 ദിവസം കൂടുമ്പോൾ ഞാനൊന്ന് കോൾ ചെയ്യും. അങ്ങനെ കോൾ ചെയ്തിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അന്ന് ഞാൻ കുറ്റിപ്പുറം ആണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഈ കുട്ടി, എന്നെ പെണ്ണ് കണ്ട ആ കുട്ടി എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ മത്സ്യമാംസാദികളൊക്കെ കഴിക്കുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കഴിക്കലില്ല എന്ന് പറഞ്ഞു. ശേഷം ചോദിച്ചോ, നിങ്ങൾ അസുഖം വന്നാൽ ഡോക്ടറെല്ലാം കാണിക്കുമോ? ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ ഡോക്ടറാണ്, അതുകൊണ്ട് പിന്നെ വേറെ ആരെയും കാണിക്കലൊന്നുമില്ല, അങ്ങനെ അവസ്ഥ ഒന്നും വന്നിട്ടില്ല എന്നും പറഞ്ഞു. പെട്ടെന്ന് കിടക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട്, ഫോൺ, പണ്ടത്തെ റിങ് ഫോണിൻ്റെ ഒരു സൗണ്ട് നമുക്കറിയാം. കിടക്കെന്ന് പറഞ്ഞ ഫോണവിടെ വെച്ചു. പിന്നെ ഒന്നും പറഞ്ഞതില്ല. അപ്പോൾ ഞാൻ എന്ത് പറ്റിയെന്ന് വിചാരിച്ചിട്ട് വീണ്ടും റിങ് ചെയ്തു. റിങ് ചെയ്തപ്പോൾ ഫസ്റ്റ് റിങ് എടുത്തില്ല. ഒരു തവണ കൂടി റിങ് ചെയ്തപ്പോൾ ആ വീട്ടുകാർ വീണ്ടും എടുത്തു. വീണ്ടും എടുത്തിട്ട് പറഞ്ഞു, അവൾ പറഞ്ഞേക്ക് നിങ്ങളോട് ഇനി വിളിക്കണ്ടെന്ന്. ഞാൻ ആകെ സ്റ്റക്കായിപ്പോയി, എന്താ പറ്റിയെന്ന്. കാരണം വിവാഹത്തിന് നിശ്ചയത്തിൻ്റെ ഡേറ്റ് കണ്ട്, വിവാഹ നിശ്ചയിക്കാൻ വേണ്ടി ഒരു ഡേറ്റ് കണ്ട് വെച്ചിരിക്കുക, അത്രയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആകെ, കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ വിവാഹം നിശ്ചയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ദിവസം സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പെട്ടെന്ന് ഒരു കോളിൽ വെയിറ്റേറിനാണോ എന്ന് ചോദിച്ചു. ഇങ്ങനെ മരുന്ന് ഡോക്ടറെ കാണിക്കലുണ്ടോ എന്ന് 2 കാര്യം ചോദിച്ച് അതോടുകൂടി എന്തായി, ഇത് ബ്രേക്കായി. അപ്പം ഞാൻ എന്നെ ആ കുട്ടിയെ കാണിച്ചു തന്ന ഒരാളുണ്ട്. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒന്നും പറഞ്ഞിട്ടില്ല, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയാണ് അവരെ എന്നെ അറിയിക്കുന്നത്, അത് കുട്ടിക്ക് നിങ്ങൾ വെജിറ്റേറിയൻ ആയതുകൊണ്ടാണ്. അപ്പോൾ വെജിറ്റേറിയൻ ആയതുകൊണ്ടാണെന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടുകാർ ഒക്കെ കുറച്ച് പ്രയാസമായിരുന്നു. ഇപ്പം എൻ്റെ ഏട്ടൻ്റെ മക്കളെല്ലാം പറഞ്ഞു, അങ്ങനെ ശരിയാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉറപ്പിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ഒഴിവാകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് താല്പര്യമില്ലെങ്കിൽ അത് വിട്ടേക്കാം. എനിക്കും അത് തന്നെ ഇതായിട്ട് തോന്നി. അങ്ങനെ അവർക്ക് അങ്ങനെയാണെങ്കിൽ, ഒരു വെജിറ്റേറിയൻ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ പിന്നെ അത് വേണ്ടാന്ന് എനിക്കും തോന്നി. കാരണം ഞാൻ അങ്ങനെ ഒരു വരുന്ന കാലമാണല്ലോ, വെജിറ്റേറിയനായിട്ട് വരുന്നൊരു അവസ്ഥയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് പ്രയാസമായിട്ട്, അവർക്ക് പ്രയാസപ്പെട്ടുണ്ടാകുക വെച്ചാൽ ഞാനും വരുന്നതൊന്നും പറയണ്ട, അത് സ്റ്റോപ്പായി. അങ്ങനെ ആ ബന്ധം ഒഴിവായി. ശേഷം അവിടെ നിന്ന് വീണ്ടും എവിടെയൊക്കെ പെണ്ണ് കണ്ടു, വീണ്ടും ഒരു പെണ്ണ് ശരിയാവാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജനുവരിയിൽ വിവാഹം വരെ ഉറപ്പിച്ചു എന്ന് പറയാം. ജനുവരി 30 വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഡിസംബർ, ഏതാണ്ട് ഒരു സുനാമി കാലഘട്ടം അല്ലേ, നമുക്കറിയാം. ഡിസംബർ 2005 ഡിസംബറിൽ സുനാമി ഉണ്ടായ സമയത്താണ് ഏതാണ്ട് കറക്റ്റ് ഓർമ്മ ഉണ്ട് അതൊക്കെ. അപ്പോൾ അന്ന് ആ സമയത്ത് ഇതേപോലെ തന്നെ ഇവളും എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, പിന്നെ നിങ്ങൾ ഡോക്ടറൊക്കെ കാണിക്കുമോ, പിന്നെ അസുഖങ്ങളൊക്കെ വന്നാൽ ഡോക്ടറൊക്കെ കാണിക്കുമോ? അപ്പം ഞാൻ പറഞ്ഞു, അത് അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും വന്നാൽ കാണിക്കില്ല, വലിയ അത്യാവശ്യങ്ങൾ വന്നാൽ കാണിക്കുന്നു. ശേഷം ചോദിക്കുക, നിങ്ങൾ വെജിറ്റേറിയൻ ആണോ, തീരെ മത്സ്യമാംസങ്ങളൊന്നും കഴിക്കൂലേ? അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ എന്താ പറയുക, മുമ്പത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, പെട്ടെന്ന് എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത്യാവശ്യമെല്ലാം കഴിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മത്സ്യമാംസമൊക്കെ കഴിക്കും? ഓ, കഴിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ സത്യത്തിൽ ഞാൻ കഴിക്കാറേ ഇല്ല. പക്ഷെ കഴിക്കുന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ബന്ധം നഷ്ടപ്പെട്ടു പോവല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞാനെന്ത് പറഞ്ഞു, അവിടെ ഒരു കളവ് പറഞ്ഞു, ഓക്കെ, കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഓക്കെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും സംസാരിച്ചു തുടങ്ങി. അപ്പോൾ മനസ്സിനൊരു സമാധാനമായി, വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് വീണ്ടും ഒരു പ്രയാസം, ഇനി വിളിച്ചാൽ കിട്ടുമോ എന്നുള്ളത്. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വിളിച്ചു നോക്കിയപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല.
അപ്പോൾ ഞാൻ അവിടെ കളവ് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിന്നതാണ്. പക്ഷേ വിവാഹത്തിന് ശേഷം ഉണ്ടായൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, കാരണം ഞാൻ വീട്ടിൽ വന്നത് അമ്മയോടത്ത് പറഞ്ഞു. അമ്മ ഭയങ്കര ചിരി ചിരിച്ചു. അമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, കുട്ടീനോട് നീ അങ്ങനെ കളവ് പറഞ്ഞ സ്ഥിതിക്ക് കുറേച്ചൊക്കെ കഴിച്ചു നോക്ക്. കാരണം അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം നീ വന്നിട്ട് അവളെ ഇവിടെ അങ്ങോട്ട് വീട്ടിലേക്ക് കഴിച്ച് വന്നതിന് ശേഷം നീ ഒന്നും കഴിക്കാതെ കാണുമ്പോൾ കളവ് പറഞ്ഞെന്ന് വിചാരിക്കൂലേ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ എനിക്കും തോന്നി ഇനി ഒരു മാറ്റം വരുത്തില്ല, പ്രശ്നമാണ്. അങ്ങനെ വർഷങ്ങളോളം കഴിക്കാത്തതുകൊണ്ട് ഞാൻ മത്സ്യം കഴിച്ചപ്പോൾ ആദ്യമൊക്കെ വൊമിറ്റ് ചെയ്തു. പിന്നെ അമ്മ തന്നെ പറഞ്ഞു, ഇങ്ങനെ സ്മെല്ല് കുറഞ്ഞ ചെറിയ ചൂടാന്നൊക്കെ പറഞ്ഞു, ചെറിയ മീനൊക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ കുറേശ്ശെ ഞാൻ കഴിച്ച് പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഛർദ്ദിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി വന്നു. അങ്ങനെ വിവാഹശേഷം ഫസ്റ്റിൽ ഇവിടെ വീട്ടിൽ പോയപ്പോൾ വിഭവസമൃദ്ധമായ സദ്യ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉത്സവത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അധികം കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും ആവശ്യമില്ല, എന്നാലും കുറച്ചൊക്കെ എടുത്തങ്ങനെ ഞാനങ്ങനെ കഴിച്ചു പോന്നു. അപ്പോൾ അവർക്ക് സംശയം തോന്നിയിട്ടില്ല, ഞാൻ കഴിക്കുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അത് സമാധാനമായി. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ഇവളെ ബന്ധുവീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ പല ക്ഷണിച്ചിട്ട് പോവല്ലേ, ഒരുപാട് വിഭവങ്ങൾ വെക്കും. അപ്പോൾ ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചു. കാരണം അവിടെ നിന്ന് പറഞ്ഞാൽ മതി, ഇങ്ങനെ ചിക്കനോ അങ്ങനത്തെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞാൽ മതി, എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ മതി, ഫിഷൊക്കെ മതി എന്ന് നമ്മൾ പറഞ്ഞ് ഏൽപ്പിച്ചു. അപ്പോൾ അവൾ എവിടെ വിളിച്ചാലും, ബന്ധുവീട്ടിലൊക്കെ വിളിച്ചാൽ അവൾ വിളിച്ചു പറയും. അപ്പോൾ എല്ലാവരും പോയിട്ട് ഇങ്ങനെ ഫിഷ് പോലെ അതൊക്കെ കഴിക്കുള്ളൂ. പിന്നെ സംഭവം ഉണ്ടായത് അതിന് ശേഷം പിന്നെ അവൾ എൻ്റെ സ്ഥാപനത്തിൽ വന്നു. അവൾക്ക് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു, ഇങ്ങനെ പീരീഡായിട്ടൊക്കെ ബന്ധപ്പെട്ട് ലേറ്റ് ആവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്ഥാപനത്തിൽ പല പേഷ്യൻസും ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ അവൾ എൻ്റെ അടുത്ത്, ഞാനൊന്നും നിർബന്ധിക്കാറില്ല, അവൾക്ക് ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് വരണമെന്നൊന്നും ഞാൻ പറയാറില്ല. അപ്പോൾ പേഷ്യൻസൊക്കെ പീരീഡ് ഡിസോർഡർ ആയ പല പേഷ്യൻസും വന്ന് മാറിപ്പോകുമ്പോൾ ഇവൾ പറയും, എനിക്ക് ഈ ചികിത്സ ചെയ്തുകൂടെ. അവൾക്ക് അന്നേരം നല്ല തടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചെയ്യാം, നീ അച്ഛനും അമ്മയോട് പെർമിഷൻ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും അമ്മയുടെ അടുത്ത് പെർമിഷൻ എടുത്ത് അവളുടെ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ആ ട്രീറ്റ്മെൻറ്റോട് ഫാസ്റ്റിങ് കാര്യമൊക്കെ ചെയ്ത് അവൾ പീരീഡൊക്കെ നോർമലായി. അപ്പോൾ ക്രമേണ എന്തുണ്ടായി, അവൾക്കും ഇതിനോടുള്ള താല്പര്യം കുറഞ്ഞു. ശരിക്കും അവൾക്കും ഇപ്പം എന്ത് നിർബന്ധമില്ല, മത്സ്യമാംസാദികൾ വേണമെന്ന് ഒരു നിർബന്ധമില്ല, ഒരവസ്ഥയിലേക്ക് മാറി. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു കാര്യം നമ്മൾക്കൊരു ശീലം ഉണ്ടെങ്കിൽ, സ്ഥിരമായിട്ടൊരു ശീലം ഉണ്ടെങ്കിൽ ആ ശീലം മാറ്റാൻ നമുക്ക് എളുപ്പമല്ല. ആദ്യത്തെ കുട്ടി, ആദ്യം എന്നെ വിവാഹം കഴിക്കാൻ പറഞ്ഞ കുട്ടി ആ ശീലം മാറ്റാൻ എനിക്ക് പ്രയാസമായിരിക്കും, ഞാനും വെജിറ്റേറിയൻ വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഒഴിവായിട്ടുണ്ടാവുക. എന്നാൽ രണ്ടാമത്തെ അടുത്ത് ഞാനൊരു കളവ് തൽക്കാലം പറഞ്ഞെങ്കിലും എന്തുണ്ടായി, അവൾ തിരിച്ചെന്തായി എൻ്റെ ഒരവസ്ഥയിലേക്ക് മാറി വന്നു. അവർ ഇപ്പോൾ പൂർണ്ണമായിട്ട് ഒരു നാച്ചുറൽ സിസ്റ്റത്തിൽ അവളും ജീവിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഗാന്ധിജി, എനിക്ക് ഓർമ്മ, ഗാന്ധിജി പറയാറുണ്ട്, ആർക്കും ഉപദ്രവമില്ലാത്ത കളവൊക്കെ പറയാമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു കളവ് പറഞ്ഞുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, താങ്ക് യു.